കഥാകാരൻ MTക്ക് വിട. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു MT വാസുദേവൻ നായരുടെ അന്ത്യം. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മാവൂർ റോഡ് ശ്മശാനത്തിൽ വെച്ച് നടന്നു. ഔദ്യോഗിക ബഹുമതികൾ നൽകി കേരളം പ്രിയ കലാകാരന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. നിരവധി പ്രമുഖർ MTയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കോഴിക്കോട്ടെ വീട്ടിലെത്തി. MTയുടെ വിയോഗത്തെ തുടർന്ന് സംസ്ഥാനത്ത് 2 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. MTയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും. നിശബ്ദർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും MT ശബ്ദം നൽകി കുടുംബത്തിന്റെയും നാടിന്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. നികത്താനാവാത്ത ശൂന്യതയാണ് MT വാസുദേവൻ നായരുടെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കുറിച്ചു. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് റവന്യൂ വകുപ്പിലെ 34 ജീവനക്കാർക്ക് സസ്പെൻഷൻ. സർവേ വകുപ്പിലെ 4 ജീവനക്കാർക്കും സസ്പെൻഷൻ ലഭിച്ചു. ഇവരിൽ നിന്നും അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ തുകയും പലിശയും ഈടാക്കും. നേരത്തെ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത 6 പേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. വിവിധ വകുപ്പുകളിലായി 1458 ജീവനക്കാർ പെൻഷൻ വാങ്ങിയെന്നാണ് ധനവകുപ്പിന്റെ റിപ്പോർട്ട്. വയനാട് പുനരധിവാസം സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ച് സർക്കാർ. ഡെപ്യൂട്ടി കളക്ടറായ ഡോക്ടർ JO അരുണിനെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ച് കേരള സർക്കാർ ഉത്തരവിറക്കി. അതേസമയം പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധവുമായി ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തതിൽ പ്രതിഷേധം ശക്തം. സംഭവത്തിൽ വിമർശനം രേഖപ്പെടുത്തി പ്രതിപക്ഷ പാർട്ടികൾ. പ്രതികൾക്കെതിരെ ത്വരിത നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് ആക്രമണത്തിന് ഇരയായത്. ഡിസംബർ 23-ന് രാത്രി പെൺകുട്ടിയും സുഹൃത്തും ഒരുമിച്ചിരിക്കുമ്പോൾ കടന്നു വന്ന 2 പേർ സുഹൃത്തിനെ ആക്രമിച്ച ശേഷം യുവതിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. പെൺകുട്ടിയെ 3/4 മണിക്കൂറോളം പ്രതികൾ പീഡിപ്പിച്ചു. ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി. ഒരു പ്രതിയെ ചെന്നൈ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സിനിമാ മേഖലയ്ക്ക് പ്രത്യേക പരിഗണനയില്ല. അല്ലു അർജുനെതിരായ കേസിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന സൂചനയുമായി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ആരാധകരുടെ പ്രവർത്തികൾക്ക് താരങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്നും സിനിമകൾക്ക് പ്രത്യേക പ്രദർശനങ്ങൾ അനുവദിക്കില്ലെന്നും മന്ത്രി തുറന്നടിച്ചു. അല്ലു അരവിന്ദ്, തെലങ്കാന സിനിമ വികസന കോർപ്പറേഷൻ ചെയർമാൻ ദിൽ രാജു, നടൻ നാഗാർജുന തുടങ്ങിയവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് രേവന്ത് റെഡ്ഡി നിലപാട് ആവർത്തിച്ചത്. പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തിൽ 46 പേർ കൊല്ലപ്പെട്ടെന്ന് താലിബാൻ. തിരിച്ചടിക്കുമെന്ന് താലിബാന്റെ മുന്നറിയിപ്പ്. അഫ്ഗാനിസ്ഥാൻ പാക് അതിർത്തിയിലെ പക്തിക പ്രവിശ്യയിലാണ് ആക്രമണം നടന്നത്. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ 5 ഗ്രാമങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടവരിൽ അധികവുമെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. സാം കോൺസ്റ്റാസിന്റെ ദേഹത്തിടിച്ചു. വിരാട് കോഹ്ലിക്ക് പിഴ ശിക്ഷ. മെൽബൺ ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ താരം സാം കോൺസ്റ്റാസിന്റെ ദേഹത്തിടിച്ചതിനാണ് വിരാട് കോഹ്ലിക്ക് ശിക്ഷ ലഭിച്ചത്. മാച്ച് ഫീയുടെ 20% പിഴ ചുമത്തി. 4ാം ടെസ്റ്റായ മെൽബണിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിന്റെ 1ാം ദിനം അവസാനിച്ചപ്പോൾ ഓസ്ട്രേലിയ 6-ന് 311 എന്ന ശക്തമായ നിലയിൽ തുടരുന്നു.